24 പുറം ലോകത്തെ അറിയിച്ച അവയവ തട്ടിപ്പ് കേസിലെ അപ്ഡേഷനിലേക്കാണ്. വ്യാജരേഖ ചമച്ചുള്ള അവയവ തട്ടിപ്പ് കേസിൽ പിടിയിലായ ഡെബിൻ ജോസഫ് അവയവക്കടത്ത് മാഫിയയുടെ കണ്ണിയെന്ന് പോലീസ്. ആലപ്പുഴയിലുള്ള സ്പാ കേന്ദ്രീകരിച്ചാണ് അവയവ കച്ചവടം നടത്തിയിരുന്നത്. മുഖ്യപ്രതി നജീബിന്റെ ചോദ്യം ചെയ്യൽ 3-ാം ദിവസത്തിലേക്ക് കടന്നു. കഴിഞ്ഞ ദിവസമാണ് ഡെബിൻ ജോസഫിനെ എറണാകുളം സിറ്റി പോലീസ് ആലപ്പുഴയിൽ നിന്ന് പിടികൂടിയത്. അവയവ കച്ചവടത്തിലെ പ്രധാന ഏജന്റാണ് ഇയാൾ. സ്പായുടെ മറവിലാണ് അവയവ കച്ചവടം നടത്തിയിരുന്നത്. സ്പായിലെത്തുന്നവരുടെ സാമ്പത്തിക സ്ഥിതി ചൂഷണം ചെയ്താണ് വലയിൽ വീഴ്ത്തുന്നത്. സ്വീകർത്താവിൽ നിന്ന് 18 മുതൽ 20 ലക്ഷം രൂപ വരെ കൈപ്പറ്റും. കുറഞ്ഞത് 5 ലക്ഷം രൂപ ഡെബിന് സ്വന്തം. ദിൽബിന് ഒരാളെ ഇതിനിടെ നമുക്ക് അറസ്റ്റ് ചെയ്തു. പുള്ളി സ്പാ നടത്തக்கூடிய ആളാണ്. ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ക്യാഷ് പേയ്മെൻറ്റിൽ മോട്ടിവേറ്റ് ചെയ്ത് കുറേ ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്കത് അന്വേഷിച്ച് ഡീപ്പായിട്ട് പോകുമ്പോൾ കുറേ കൂടി ഇൻഫർമേഷൻ വരുന്നുണ്ട്. അതനുസരിച്ച് നമുക്കത് ഡീപ്പായിട്ട് ആ നെറ്റ്വർക്ക് മുഴുവതും ഡിസ്റ്റർബ് ചെയ്യും. വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവട തട്ടിപ്പിൽ മുഖ്യപ്രതി നജീബിന്റെ ചോദ്യം ചെയ്യൽ 3-ാം ദിവസത്തിലേക്ക് നീളുകയാണ്. നജീബിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. നജീബിന്റെ ഭാര്യ റഷീദയും പോലീസ് കസ്റ്റഡിയിലാണ്. കേസിൽ ഇതുവരെ അറസ്റ്റിലായത് 8 പേർ. ഏജന്റുമാരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.